വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലെ കട്ടോ. ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിൽ കുറേ ഫേസ് പാക്കുകളും ഫേഷ്യലുകളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാരൊക്കെ അത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടുകൾ പറയുന്നുണ്ട്. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ വേറൊരു സന്തോഷം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഇപ്പോൾ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾക്കിത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്കിത് ഒരുപാട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ നിങ്ങളുടെ സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, എൻ്റെ അനുഭവമാണ്. നന്നായിട്ട് വർക്കൗട്ട് ആകുന്ന അടിപൊളിയായിട്ട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്കൊന്ന് കൂട്ടാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറുവാനായിട്ട് ഈ ഒറ്റ ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. കണ്ടിന്യൂസ് ചെയ്തു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഏത് ചോറാണ് വെക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണ് വെക്കുന്നത് ആ ഒരു ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുക്കുക. കഞ്ഞിവെള്ളം എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കട്ടയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നത്. അപ്പം ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലെ കട്ടയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഇങ്ങനെ തണുപ്പിക്കുന്ന കഞ്ഞിവെള്ളം വേണം നമുക്ക് എടുക്കാനായിട്ട്. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, വെറുതെ പറയുന്നതല്ല. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും നമുക്ക് ഫേസ് പാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു 2 ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കും. അത്രയും ബെനിഫിറ്റ്സ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് കാണാം കേട്ടോ. കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളം 1 സ്പൂണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് കേട്ടോ. അപ്പം ഞാൻ തേൻ എടുത്തിട്ട് വരാം. അപ്പം ഞാനിത് തേന് 1 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. തേന് ഞാനിവിടെ 1 സ്പൂണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ് കേട്ടോ. അത് നമ്മൾ 1 സ്പൂൺ പാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. 1 സ്പൂൺ പാലെടുക്കുക. ഇത്രയുള്ള നമ്മുടെ ഫേസ് പാക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്ക് തയ്യാറാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അതിനോടൊപ്പം തന്നെ ഭയങ്കര റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങളിത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. സ്കിൻ സോഫ്റ്റ് ആകും, ചുളികൾ മാറും, കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും, മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കണ്ണിന് താഴെ കറുത്ത നിറമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. നിങ്ങൾക്കിത് തിക്കാക്കണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കാറില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. കാരണം നമ്മൾ കിച്ചൺ വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണിത്. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. പക്ഷേ ഒഴുകി പോകുന്നൊക്കെ ഉള്ളവർക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ചുളിവുകളുണ്ടെങ്കിൽ അത് മാറാനായിട്ടും കറുത്ത പാടുകൾ, മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, സൺ ടാൻ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും സോഫ്റ്റ് ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പം ഞാനിത് അപ്ലൈ ചെയ്തു. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം നമുക്ക് 20 മിനിറ്റ്സിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഫേസ് നന്നായിട്ട് ഗ്ലോ ആകാനായിട്ടും നന്നായിട്ട് ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികൾ മാറാനായിട്ടും സ്കിൻ നല്ല ടൈറ്റ് ആകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിടു റിസൾട്ടാണ്. നിങ്ങൾ ഒറ്റ യൂസിൽ നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.